വിമത പക്ഷത്തു നിന്നും മമതയ്ക്ക് വീണ്ടും കനത്ത തിരിച്ചടി. യഥാർത്ഥ തൃണമൂൽ ഞങ്ങളാണ്. മമതാ ബാനർജിക്കെതിരെ വിമത വിഭാഗം കടുത്ത വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ രംഗം അതീവ നിർണായക ഘട്ടത്തിലേക്ക് മാറുമ്പോൾ തൃണമൂൽ കോൺഗ്രസിനുള്ളിലെ കലാപം കൂടുതൽ രൂക്ഷമാവുകയാണ്. വിമത നേതാവായ ഋതബ്രത ബാനർജി നേതൃത്വത്തിലുള്ള വിഭാഗം തങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പാർട്ടിയുടെ ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ തങ്ങൾക്കുണ്ടെന്നും മമതാ ബാനർജിയുടെ നേതൃത്വത്തിന് ഇനി പാർട്ടിക്കുള്ളിൽ ഭൂരിപക്ഷ പിന്തുണയില്ല എന്നതാണ് ഇവർ വാദിക്കുന്നത്. ഇതിനിടെ തന്നെ മമതാ ബാനർജി നേതൃത്വത്തിലുള്ള വിഭാഗവും തിരിച്ചടിക്ക് തയ്യാറായിരിക്കുകയാണ്. പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി പുനർസംഘടിപ്പിച്ച് പുതിയ ഭാരവാഹി പട്ടിക കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിരിക്കുകയുമാണ്. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക അധ്യക്ഷ സ്ഥാനം ഇപ്പോഴും മമതാ ബാനർജിക്കാണ് എന്നും അവരുടെ വിഭാഗം ഇത് ആവർത്തിച്ചു പറയുകയാണ് ചെയ്യുന്നത്. സംഘർഷം വഷളായതോടുകൂടി തന്നെ ഇരു വിഭാഗങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാതിൽ ഇവിടെ തേടിയിരിക്കുകയാണ്. പാർട്ടിയുടെ നിയന്ത്രണം, സംഘടനാവകാശം, ഭാവിയിലെ രാഷ്ട്രീയ നേതൃത്വം എന്നിവയെ ചൊല്ലിയുള്ള പോരാട്ടം ഇനി നിയമപരവും രാഷ്ട്രീയപരവുമായ പുതിയ ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. അതോടൊപ്പം തന്നെ മമതാ അനുകൂല വിഭാഗം ഇതിനോടകം തന്നെ നിരവധി വിമത നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതേസമയം വിമതർ തങ്ങൾക്ക് ഭൂരിപക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ അത്തരത്തിൽ അതിന്റെ പിന്തുണയുണ്ട് എന്ന് അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന സംഭവ വികാസമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവി ആരുടെ കൈകളിലാണ് എന്ന ചോദ്യവും മമതാ ബാനർജിയോ വിമത നേതാക്കളോ എന്ന ചോദ്യവും ഇപ്പോൾ വളരെ പ്രസക്തമായി തന്നെ ഉയരുന്ന സമയത്താണ് ഇത്തരം ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഈ ഒരു വെല്ലുവിളിയെ അതീവ ഗൗരവത്തോടെയാണ് മമതാ ബാനർജിയും അവരുടെ അനുയായികളും അല്ലെങ്കിൽ കൂട്ടാളികളും കാണുന്നത്. പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി പുനർസംഘടിപ്പിച്ച പുതിയ ഭാരവാഹികളുടെ പട്ടിക കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിരിക്കുകയാണ് മമതാ വിഭാഗം. തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക അധ്യക്ഷയും പാർട്ടിയുടെ ഏക നേതാവും മമതാ ബാനർജിയാണ് എന്നതാണ് അവർ ആവർത്തിക്കുന്നത്. സംഘർഷം രൂക്ഷമായതോടുകൂടി തന്നെ ഇരു വിഭാഗവും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ നേടിയിരിക്കുകയാണ്. പാർട്ടിയുടെ പേര്, ചിഹ്നം, സംഘടനാ നിയന്ത്രണം എന്നിവയെ ചൊല്ലി തന്നെ നിയമ പോരാട്ടത്തിനും സാധ്യതയുണ്ട്. പശ്ചിമ ബംഗാളിൽ അടുത്ത തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപേ തന്നെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായ ഈ ഒരു പിളർപ്പ് രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കും എന്നതാണ് വിലയിരുത്തൽ. ഇതിനിടെ തന്നെ വിമത നേതാക്കൾക്കെതിരെ കർശന നടപടികളും മമതാ ക്യാമ്പ് സ്വീകരിച്ചിട്ടുണ്ട്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ നിരവധി നേതാക്കളെ പുറത്താക്കുകയും ചെയ്തുകൊണ്ട്, എന്നാൽ അതുകൊണ്ട് വിമതരുടെ നീക്കം ദുർബലമായിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. അതേസമയം 1998 മമതാ ബാനർജി രൂപീകരിച്ച തൃണമൂൽ കോൺഗ്രസ് ഇന്ന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പാർട്ടി നിയന്ത്രണം ആരുടെ കൈകളിലേക്കാണോ അതോ ഇത്തരത്തിൽ വലിയ രീതിയിൽ വലിയ വെല്ലുവിളികളാണ് ഇപ്പോൾ മമതയ്ക്ക് മറികടക്കാനുള്ളത്. അല്ലെങ്കിൽ ബംഗാളിൽ ഒരു പുതിയ രാഷ്ട്രീയ ശക്തിയുടെ ഉദയത്തിനോ ഈ ഒരു സംഭവ വികാസങ്ങൾ വഴിയൊരുക്കുമോ എന്നതാണ് ഇപ്പോൾ മറ്റൊരു ചോദ്യമായി തന്നെ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.